അളിയാ രാഹുലേ, എന്തോ 3 ദിവസമായി കലോത്സവം തുടങ്ങിയിട്ട്. ആ ഒരു വൈബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ പൂരനഗരി മൊത്തം കലാകാരന്മാരല്ലേ രാഹുലേ? ഇവിടുത്തെ പുല്ലിനും പൂവിനും കല്ലിനും വരെ ഒരു കലയുടെ കഥ പറയാനുണ്ടാവും. ഈ വേദിയിലല്ലാതെ നമ്മളെ ഈ പൂരപ്പറമ്പ് മൊത്തം കലാകാരന്മാരാണ്. ഇവിടെ കടല വിൽക്കുന്ന ചേട്ടനും ഇവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിക്കും ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടനൊക്കെ അവരുടെയൊക്കെ ഉള്ളിലൊരു കല ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിലേക്ക് എത്താറില്ല പലപ്പോഴും. അപ്പൊ നമുക്കൊന്ന് എത്തി നോക്കിയാലോ? നമ്മൾ പോയില്ല പിന്നെ ആരാ പോവാ? അപ്പൊ നമ്മള് പോവാൻ പോകുന്നത് പൂരനഗരിയിലേക്കാണ്. പൂരനഗരിയിലെ വിശേഷങ്ങളിലേക്കാണ്. നമുക്ക് ആദ്യം പോകേണ്ടതേ ഈ പൂരനഗരിയെ നമ്മുടെ വീട് പോലെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന കുറെ ചേച്ചിമാരുണ്ടാവൂലോ ഇവിടെ. അപ്പൊ ആ ചേച്ചിമാർക്കിടയിൽ കുറെ കലാകാരികളും ഉണ്ടാകൂലോ. അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെടണ്ടേ? എന്തുണ്ട്, സുഖമാണോ? ഈ കലോത്സവം എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾ വന്ന എന്തിനാണെന്നറിയോ? അതായത് ഇവിടെ പാട്ടും നാടകമൊക്കെ അഭിനയിക്കാൻ വന്നേക്കുന്ന ആൾക്കാരല്ലാതെ ഇവിടെ വന്നേക്കുന്ന നിങ്ങളെ പോലെയുള്ള എല്ലാവരിലും ഒരു കലാഹൃദയം ഉണ്ടാകുമല്ലോ. അപ്പൊ അതറിയാനാ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ആരൊക്കെയാ പാട്ട് പാടുന്നേ? അപ്പൊ പിന്നെ അവരുടെ പാട്ട് കേൾക്കണ്ടേ? കലാഭവൻ ചേട്ടന്റെ നാടാണ് തൃശ്ശൂര്. അപ്പം മണിച്ചേട്ടന്റെ പാട്ട് ആരാണ് പടയ്ക്കുന്നത്? രമണി ഗോപി. രമണി ചേച്ചി വലിയ പുള്ളിയായിരുന്നു എന്നാ കേട്ടെ കലോത്സവ കാലത്ത്. പാട്ടുപാട്. അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടു ചെമ്പക ചന്തം നല്ല നാട്ടുമഞ്ഞളിൻ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ പെണ്ണെ കണ്ണായി നിന്നവളെ കണ്ണാടിപ്പൂവേ. അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. ഒരു നല്ല കൈയടിയിലെ ഫുള്ള് കലാകാരന്മാരാണ് രാഹുലെ. അപ്പം അടുത്ത പാട്ട്. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട് 57 കളരിയ വാവാ കളരി ഗുരുദേവനു വാവാ. പച്ചനെല്ലിൻ കതിരുകൾ കൊത്തി കേളി തത്തേ നീ കണ്ടോ പൊന്നാരംഭം ആരംഭം തകതുമിതകതേ. ആരവം കണ്ടു ഞാന് ഗുരുവിനു ഗീതം കേട്ട് 57 കളരിയ വാവാ കളരി ഗുരുദേവനു വാവാ. പക്ഷെ അതെ, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന കുറേയധികം കലാഹൃദയങ്ങൾ ഈ മണ്ണിലുണ്ട് എന്നുള്ള കാര്യത്തിന് ഏറ്റവും വലിയ തെളിവാണല്ലോ നമുക്കപ്പോൾ ഈ ചേച്ചിമാരെ. അപ്പൊ ഈ ചേച്ചിമാരെ നമുക്കൊരു യോ കൊടുത്താലോ? അപ്പൊ നമ്മളിനി അടുത്ത ആളേക്ക് പോവാണ്. ഓക്കെ, കം ഓൺ രാഹുലേ. അപ്പം പോലീസ് വണ്ടിയാണ് നമുക്ക് മുന്നിലുള്ളത്. എനിക്ക് ചെറിയ പേടിയുണ്ട്. അപ്പൊ ഈ പോലീസിലെ കലാകാരന്മാരുണ്ടാവോ? ഉറപ്പല്ലേ? ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് അവരുടെ കല ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? പരീക്ഷിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ടൊന്ന് വെറുതെ മൈക്ക് വെച്ച് നോക്കാം. ഓക്കെ, സംസാരിക്കുമെന്ന് അറിയില്ല, എന്നാലും റെഡി. അപ്പം നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരന്മാരാണ് നമുക്കൊപ്പം ഉള്ളത് അല്ലെ രാഹുൽ? സസ്പെൻസ് നമുക്ക് പൊളിക്കാൻ പോവാണ്, പാട്ട് പാടാം. ഇതിൽ വേറെ കുറച്ച് പ്രത്യേകത ഉണ്ട്. കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും ഒക്കെ ഉണ്ട്, പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, കഴിക്കാൻ പോകുന്ന ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളുമുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. എന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവള തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മുഴുത്തിങ്കളുദിക്കണ മുകിലോരം മുഴസുളി മുരട്ടണതാരാണ്?
മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശ്രുതി മുരട്ടണതാരൻ ഓ വിളക്കിന്റെ നാളം പോലെ ഈ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ ഓ കളിയാടി പാടാൻ നേരമായി കളിയാടി പാടാൻ നേരമായി. പൊളി 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 വൈബ്. അപ്പൊ കേരള പോലീസ് ചുമ്മാ അതാന്ന് പറയുന്ന കാര്യം അടിപൊളിയാണ് നമ്മളെ കേരള പോലീസ്. അത് മാത്രമല്ല, സാറിനെ കെട്ടാൻ പോകുന്ന ചേച്ചി എന്നാലും ഭാഗ്യവതിയാണ്. ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഈ തിരക്കിനിടയിൽ അതെ വൈബായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇനി കുറച്ചും കൂടി ഒരു വൈബ് പിടിച്ചാലോ രാഹുല? ഒറ്റ പാട്ട് വേഗത്തിൽ പാടാം. എല്ലാരും കൂടെ കൂടണം. റെഡി അല്ലേ? പാഴുരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലർക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി രാവില്ലക്കോലായിൽ പൂവേളി പുൽപ്പായി നവമി നിലാവേ നീ നിറഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. പാട്ട് പഠിച്ചിട്ടുണ്ടോ സീരിയൽസിൽ? കുറച്ചാൾ പഠിച്ചിട്ടുണ്ട്. ആണ്, അതിൻ്റെതാ പാട്ടിൽ കാണാനുണ്ടല്ലേ? യെസ്. അപ്പം നമ്മളപ്പം ഇതുപോലെ ഈ കലോത്സവ നഗരിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. നമ്മളിപ്പം നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരുടെ പാട്ട് കേട്ടു, ഒപ്പം തന്നെ നമ്മുടെ എല്ലാം സ്വന്തം കേരള പോലീസിന്റെ പാട്ട് കേട്ടു. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് കിടിലൻ കലാകാരന്മാർ നമ്മുടെ ഈ പൂര കലോത്സവ നഗരിയിലുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അത്തരത്തിലൊരു കലാകാരനെ തേടി ഞങ്ങളിത് വീണ്ടും ഇറങ്ങുവാണ്. ഓക്കെ, ഡൺ. നാടക കലാകാരനാണ്. അടിപൊളി. ഇന്നലെ നാടകത്തിന് ഗ്രേഡ് ഉണ്ട് നമ്മുടെ നാടകത്തിന്. ഞങ്ങൾ ചൊക്കിലി രാംദാസ് സ്കൂളിൽ നിന്ന് വന്നേ. എന്നൊരു പാട്ട് പാടിത്തരാം നാടകഗാനം. സോറി എക്സ്ട്രീംലി സോറി. കുട്ടികൾ ഇങ്ങനെ തട്ടി കയറുന്നത് കാണുമ്പോഴാണ് മനസ്സിന് സന്തോഷം. ഇന്നലെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞില്ല എൻ്റെ കുട്ടികൾ. മനസ്സിന് സന്തോഷമായി. കല എല്ലാവരുടെ മനസ്സിലുണ്ട്. അത് പ്രകടിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം ആളുകളാണ് നമ്മുടെ തേക്കിൻകാട് മൈതാനിയെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേ ചേട്ടൻ? യെസ്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്, വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കലാകാരന്മാരെ വീണ്ടും വീണ്ടും തേടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കല കലക്കുന്ന കലാപൂരത്തിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും ചേരും വരെ തൽക്കാലം സന്ധിക്കും വരെ വണക്കം.